ജാനുവരി 9 വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് ആറാലമൂട് കാവുവിളാകം വീട്ടിൽ 81 വയസ്സുള്ള ഗോപൻ സ്വാമി മരണപ്പെടുന്നത്. മരണത്തെക്കുറിച്ച് മക്കൾ പറയുന്നത് അച്ഛൻ സമാധിയായെന്നാണ്. എന്നാൽ ഗോപൻ സ്വാമി കുറച്ചു നാളായി കിടപ്പിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അച്ഛൻ സ്വയം നടന്നു ചെന്ന് സമാധി പീഠത്തിലിരുന്ന് സമാധിയായെന്ന് മക്കൾ. എന്നാൽ കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെയാണ് സമാധി പീഠത്തിലേക്ക് സ്വയം നടന്നു ചെന്ന് സമാധിയായത് എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയം തോന്നിയതിൽ തെറ്റില്ല. സ്വാമിക്ക് ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഗോപൻ സ്വാമി ആദ്യം ചുമട്ടുതൊഴിലാളിയായിരുന്നു. എന്നാൽ സ്വാമി ആത്മീയത സ്വീകരിച്ച് സ്വയം ക്ഷേത്രം നിർമ്മിച്ച് പൂജ നടത്തി. ആദ്യമൊക്കെ സമീപവാസികൾ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നിരുന്നുവെന്നും പിന്നീട് ക്ഷേത്രം അടച്ചിടുകയായിരുന്നുവെന്നും പറയുന്നു. കിടപ്പിലായിരുന്ന സ്വാമിയെ കാണാതാവുകയും വീട്ടുവളപ്പിൽ കോൺക്രീറ്റ് സമാധി മണ്ഡപം കാണുകയും ചെയ്തതോടെ നാട്ടുകാർക്ക് സംശയമായി. ബന്ധുക്കളാരും തന്നെ പരാതി നൽകിയില്ലെങ്കിലും ഒരു നാട്ടുകാരൻ്റെ പേരിൽ പോലീസ് പരാതി സ്വീകരിച്ച് അന്വേഷണം തുടങ്ങി. മക്കളുമായി സംസാരിച്ചപ്പോഴാണ് ഗോപൻ സ്വാമി സമാധിയായ വിവരം നാട്ടുകാർ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് താൻ 2 ദിവസം കഴിഞ്ഞാൽ പോകുമെന്ന് ഗോപൻ സ്വാമി അവരോട് പറഞ്ഞു എന്നാണ്. ഗോപൻ സ്വാമിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ അച്ഛൻ സമാധിയായ വിവരം പോസ്റ്റർ പ്രിൻ്റ് ചെയ്ത് പതിപ്പിച്ചപ്പോഴാണ് നാട്ടുകാർ പോലും ഈ കാര്യം അറിയുന്നത്. അതോടുകൂടി നാട്ടുകാർക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സംശയമായി. ജനുവരി 13 മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുവെങ്കിലും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. പുതിയ സമാധി കൂടുതൽ വലിപ്പത്തിൽ പണിത് അവിടെയാണ് സ്വാമിയെ സമാധിയിരുത്തിയത്. ഈ സമാധിക്ക് വീട്ടുകാർ നൽകിയിരിക്കുന്ന പേര് ഋഷിപീഠം എന്നാണ്. ഇത് തീർത്ഥാടന കേന്ദ്രമായി മാറ്റാനാണ് വീട്ടുകാരുടെ തീരുമാനം.